ದೇಳಕಟ್ಟೆಯ ಬದ್ರಿಯಾ ಜುಮ್ಮಾ ಮಸೀದ್ ಇದರ ವಿಸ್ತೃತ ಮತ್ತು ನವೀಕರಿಸಿದ ಮಸೀದಿಯ ಉದ್ಘಾಟನೆ ಹಾಗೂ ವಕ್ಫ್ ನಿರ್ವಹಣಾ ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು. ಸೈದುಲ್ ಉಲಾಮಾ ಸೈಯದ್ ಮೊಹಮ್ಮದ್ ಜಿಬ್ರೆ ಮುದ್ದಕೋಯ ತಂಗಲ್ ನವೀಕರಿಸಿದ ಮಸೀದಿಯನ್ನ ಉದ್ಘಾಟಿಸಿದ್ರು. ಕಾಜಿ ತ್ವಕ ಅಹಮದ್ ಮುಸ್ಲಿಯಾರ್ ಮಸೀದಿ ವಕ್ಫ್ ಕಾರ್ಯ ನೆರವೇರಿಸಿದ್ರು. ಬದ್ರಿಯಾ ಜುಮ್ಮಾ ಮಸೀದಿಯ ಅಧ್ಯಕ್ಷ ಅಬ್ದುಲ್ ಅಹಮದ್ ಶೇಟ್ ಪ್ರಾಸ್ತಾವಿಕವಾಗಿ ಮಾತನಾಡಿದರು. ಅಲೈಡ್ ಮತ್ತು ಹೆಲ್ತ್ ಕೇರ್ ಕೌನ್ಸಿಲ್ ಅಧ್ಯಕ್ಷ ಯುಟಿ ಇಫ್ತಿಕರ್ ಫರೀದ್, ಕಣಚೂರು ಸಮೂಹ ಸಂಸ್ಥೆ ಅಧ್ಯಕ್ಷ ಡಾಕ್ಟರ್ ಹಾಜಿ ಯುಕೆ ಮೋನು, ಅರಫಾ ಮಸೀದಿ ಅಧ್ಯಕ್ಷ ಎಎ ಹೈದರ್ ಪರ್ತಿಪಾಡಿ, ಇರ್ಷಾದ್ ದಾರಿಮಿ ಮಿಥಪೈಲ್, ಸಿದ್ದಿಕ್ ಟ್ರೇಡರ್ಸ್ನ ಮಾಲಕ ಸಿದ್ದಿಕ್ ಹಾಜಿ, ಎಚ್ಎಚ್ ಅಬ್ದುಲ್ ಅಜೀಜ್ ಹಾಜಿ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಭಾಗವಹಿಸಿದ್ರು. ಇದೇ ಸಂದರ್ಭದಲ್ಲಿ ಬದ್ರಿಯಾ ಪಾಳಿಲ ಮಹಿಳಾ ಶರಿಯತ್ ಕಾಲೇಜಿನ ನೂತನ ಕಟ್ಟಡಕ್ಕೆ ಶಿಲಾನ್ಯಾಸ ನೆರವೇರಿಸಿದ್ರು. നമുക്ക് ആവശ്യമാവുന്ന നിലക്കുള്ളതായ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പഠിച്ചവരുടെ എല്ലാ വർഗത്തിന്റെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഷാവാലിന് കുറച്ചുകൂടി കൂട്ടാം. എന്നിട്ട് പെടുന്ന റമദാനിൽ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടാൻ ചെല്ലണ്ട. ആദ്യം ഒന്ന് ശീലിപ്പിച്ച് എവിടെ എത്തിക്കോ, റമദാനിലേക്ക് എത്തിക്കോ. അത് മുമ്പേ പിന്നെ തറാവീസ് കേൾക്കാൻ പള്ളിക്ക് വന്നതാണ് ഏതൊരു സ്ഥലത്ത്. അവിടെ ചെന്നപ്പോൾ തറാവി 20 ഫിത്ർ 3 പിന്നെ 4 പിന്നെ 2 റക്അത്ത് അപ്പുറമുള്ള സുന്നത്ത് വലിയ കുറെ ആയിരുന്നു. അങ്ങനെ പിറ്റേന്ന് പള്ളിയിൽ ജുമാക്കാണ് വന്നത് 2 റക്അത്ത്. അപ്പൊ ഇവിടുത്തെ സ്കാരമല്ല അങ്ങനെ പോയവരുടെ സ്കാരമാണെന്ന് പറഞ്ഞു. അപ്പൊ പെടുന്നതിൽ ഇങ്ങനെ കുറെ സംഗതിയിലേക്ക് ചെന്ന് ചെയ്തപ്പോൾ നമുക്കത് ശരിയാവില്ല. അതുകൊണ്ടാണ് റമദാനിൽ കുറച്ച് ശരിയാക്കിയപ്പോൾ പിന്നെ ഒരു എക്സസൈസ് പാലിക്കുക. കുറച്ച് ആദ്യം എടുക്കുക, പിന്നെ കുറച്ച് വർദ്ധിക്കുക, പിന്നെ ആദ്യം 5 പ്രാവശ്യം എടുത്തോക്കാം, പിന്നെ അത് 5 10 പിന്നെ 15 എന്നതുപോലെ റമദാന്റെ മുമ്പുള്ള 2 മാസങ്ങളിൽ ശരീരത്തിനെ അഭിഭാഗമായി കൊണ്ട് അർപ്പിച്ച് ശരീരത്തിനെ പാകപ്പെടുത്തി റമദാനിലേക്ക് നമ്മൾ ചെന്നെത്താം. അതിനുള്ള ആയുഷ്യൊക്കെ നമുക്ക് നേടിയിട്ട് കൊണ്ടാകും. നമുക്ക് എപ്പോഴും ദ്വാരത്തിലുണ്ടാവും, അല്ലെങ്കിൽ ദ്വാരക്കണമെന്ന് ദ്വാരം നമ്മൾ ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന റമദാൻ അന്നേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ അതുകൊണ്ട് ಬ್ಯೂರೋ ರಿಪೋರ್ಟ್ V4 ನ್ಯೂಸ್ ದೇಳಕಟ್ಟೆ.